ഹായ് ഹലോ സൗണ്ട് ആകെ പോയി കിടക്കട്ടോ. ഗാൻഡ്രൂക്ക് എന്നുള്ള വില്ലേജിലേക്കാണ് യാത്ര തിരിക്കുന്നത്. പുക്കാറയിൽ നിന്ന് ഏകദേശം 5.5 മണിക്കൂർ യാത്രാ ടൈമുണ്ട്. ഒരാൾക്ക് എക്സ്പെൻസ് വരുന്നത് ബസ്സിന് 450 ഷെക്കലാണ്. ഏകദേശം 281 രൂപ കൊടുത്ത് നമ്മൾ യാത്ര ചെയ്തിട്ട് ഏകദേശം 5 മണിക്കൂർ പോയി യാത്ര ചെയ്യാണ്ട് മീൻസ് പിന്നുള്ളത് ഇതേപോലെ റോഡൊന്നും ഇല്ല. കുറേ ഭാഗത്തിട്ടോ റോഡ് നമ്മൾ കണ്ടുപിടിച്ച് പോണ പോലെയാണ് യാത്ര ചെയ്തിരുന്നത്. ലാൻഡ് സ്ലൈഡിങ് ഭാഗങ്ങളാണ് ഏരിയ. അപ്പോൾ അതുകൊണ്ട് റോഡ് നല്ല ഡാമേജാണ്. ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഉപജീവനമാർഗം കൃഷിയാട്ടോ. നോർമൽ ഡേയ്സിൽ ടെമ്പറേച്ചർ 4 ഡിഗ്രിയും നൈറ്റിൽ മൈനസ് പോകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെന്ന ദിവസങ്ങളിൽ ഇപ്പം 4 ഡിഗ്രിയാണ് തണുപ്പുള്ളത്. ബസ്സിലാകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഈ മലഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളെ ഹിമാലയ പർവ്വതം അതുപോലെ അന്നപൂർണ്ണ ട്രക്കിംഗ് ഒക്കെ വരുന്നത്. ഈ ഭാഗത്ത് പോകുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയൊരു കാഴ്ചയാണിത്. ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ കൂടെ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ വീഡിയോ എടുത്ത് 2-3 ദിവസമായി. സൗണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വെച്ചതായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ PM വന്ന് മെസ്സേജ് അയച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണ്. എന്നെക്കൊണ്ട് പറ്റേണ്ട രീതിയിൽ സൗണ്ട് കൊടുത്തങ്ങനെ ഇതിന് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഏകദേശം ഒരു 3 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിട്ടാണ്. ഇനി നമുക്ക് ഇവിടുന്ന് 2.5 മണിക്കൂറോളം നടന്ന് പോകാണ്ട്. 9 മണിക്ക് തുടങ്ങിയ യാത്ര ആയിരുന്നു. ഏകദേശം ഒരു 2:45 നമ്മൾ എത്തി. റോഡൊന്നും ഇല്ല, ഇവിടെ ഒന്നും കണ്ടില്ലേ. നമ്മൾ ഇവിടുന്ന് കുറച്ച് നടന്നാൽ നമ്മളെ കവാടം കാണാം, നമ്മളെ വില്ലേജ് കയറാനുള്ള. അത് കണ്ടിട്ട് ശേഷം പിന്നെയും നടക്കാണ്ടിട്ട് മുന്നിൽ മുകളിലെത്തി. ഗാൻഡ്രൂക്ക് പോയി നോക്കട്ടെ. വെയ്യ പനിയൊക്കെയാണ്. എന്താവുക ട്രിപ്പൊക്കെ. ഇനി മുകൾക്ക് പോകേണ്ടി. അവിടെ ഒരു വില്ലേജിലാണ് പോവുള്ളത്. ചെന്നോ കേട്ടാ. ഇവരെ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു മാർഗമാണ് ഇവർ അടച്ചാൽ കുത്തിന്നപ്പോൾ തന്നെ. എന്താല്ലേ അതല്ലാതെ അതേപോലെ ആൾക്കാരും കൊണ്ടുണ്ട് സാധനം. കൊട്ടണ്ട ഇതിൽ സാധനം ഇടാ കയറ്റി വിടും. വഴി നിൽക്കണ് പണി മുടക്കിന്. നല്ല അടിപൊളി ഫ്രഷ് ക്യാബേജ്. അയ്യവ കണ്ടാ ഓർഗാനിക്കായിട്ട് ഇവിടേക്കുള്ള വിര ഉണ്ടാക്കുന്നതാണ്. ഗേറ്റ് ക്ലോസ് ആണ്, ഉള്ളൊന്നും കയറാൻ പറ്റില്ല. കണ്ടാ കിതച്ചൊരു വിതയിക്കണേ. നടന്നിട്ട് 1 മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും അടിപൊളി കാഴ്ചയായിട്ട് മുകളിൽ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടാ തനി ഗ്രാമം. ഇനി മുകൾക്ക് പോകേണ്ട അവിടുത്തെ വാക്യം വരാം. ഇതാണ് ഇവിടുത്തെ പ്രഭാത കാഴ്ചകൾ കേട്ടോ. നമ്മൾ റൂം എടുത്തത് ആടേന് നമ്മളെ പോകാനുള്ള പരിപാടിയാണ്. സൗണ്ട് ഉണ്ടായിരുന്നില്ല, പറ്റ പോയിന്. നമ്മൾ ലഗേജ് ഇതാ ആവശ്യം ഒരു ബാഗുള്ളൂ. നല്ല തണുപ്പാണ്. -4 ഡിഗ്രിയാണ് രാത്രി ഉണ്ടായിരുന്ന തണുപ്പ്. റൂമൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെർത്താണ്. പിന്നെ തണുപ്പിൻ്റെ കാര്യത്തിൽ രക്ഷയില്ല. ഇപ്പം ഇപ്പോൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല തണുപ്പിൻ്റെ കാര്യത്തിന്. ഇന്ന് വിറകുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരും, എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. നല്ല ഫ്ലവേഴ്സ് പൂക്കളായിട്ട് സെറ്റാക്കി വെച്ചൊരു വില്ലാട്ടത്. വില്ല മീൻസ് വീടാണ്. അതുപോലെ ഇതിലൊന്നും ആരുമില്ല. ഇവരെ സ്റ്റോർ റൂമാണെന്ന് തോന്നുന്നത്. കുറേ വിറക് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇതിനുള്ളിലൊക്കെ. ബാക്കിലൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. ഒരു പപ്പിക്കുട്ടി ഉണ്ട് ഇവിടെ, എല്ലാത്തിനും ചാടി കളിച്ച് നടക്കാനുള്ള എല്ലാവർക്കും. അതാണ് ഇവിടുത്തെ കാഴ്ചകളുള്ളത്. ഇതിന് മുന്നേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ 300 രൂപ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ആ റേഞ്ചുള്ള സ്റ്റേ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗാൻഡ്രൂക്ക് വില്ലേജിൽ ഏറ്റവും മുകളിൽ കയറി റൂം സെറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് നല്ല ബഡ്ജറ്റായിട്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ പോസിബിളായിട്ട് കിട്ടും. ഇതാണ് നമ്മളെ ഇവിടെ ആദ്യം റൂം എടുത്തിരുന്നത്. മേലെ ഷീറ്റാണ്, നല്ല തണുപ്പാണ്. ഷീറ്റ് അതിൻ്റെ മേലെ അടിയിലൊരു ഇത് ഇട്ടണവർ, പക്ഷെ തണുപ്പ് കൂടിയതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി. എന്നാലും പിന്നെ ഞങ്ങൾ ഒന്നെടുത്ത റൂം മഡ് ഹൗസാണത്. അതല്ലേ നല്ല പൂക്കളായിട്ട് കളർഫുള്ളാക്കി വെച്ചാണ്. ഇവരാണ് അവിടെ എല്ലാത്തിനും ഓടിച്ചാടി നടക്കണ ആൾ. ഓരോ ബെഡ്റൂമാണ്. അതാണ് റൂം ഞാൻ സ്റ്റേ ചെയ്ത. ഉണ്ടാ മണ്ണാട്ടത്. ഇത് വുഡാണ്. ചുമര് ഫുള്ള് മണ്ണാണ്. ബാത്റൂം കാര്യങ്ങളും അവിടെ ഉണ്ട്. ചുടുവെള്ളം ഉണ്ട്. ഡൈനിങ് ആണിത്. ഇവരെ കിച്ചൺ ഞാൻ കാണിച്ചു തരാം. നല്ല ഫ്രണ്ട്ലിയാണ് ഇവർ. പിന്നെ അവർക്ക് ഇവരെ ട്രഡീഷണൽ ലാംഗ്വേജ് അറിയുള്ളൂ. ഉണ്ടാ കിച്ചൺ. അവർക്ക് ലാംഗ്വേജ് വലിയ ഐഡില്ല. പുറത്തുള്ള ലാംഗ്വേജ് ഐഡില്ല. മീൻസ് ഇംഗ്ലീഷ് ഹിന്ദി ഐഡില്ല. ഒരു ചേച്ചി കുറച്ച് ഇംഗ്ലീഷ് ഐഡുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ കാഴ്ചകളായിട്ടുള്ള. ഇനി ഇവിടെ
താഴത്തേക്ക് വരുമ്പോൾ ട്രക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചാണ് ഞാൻ. ഓക്കെ, അങ്ങനെ ആടെ നമ്മൾ ഇറങ്ങി. ഇനി ബസ് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ബസ്സിൻ്റെ യാത്രയൊക്കെ പരിതാപകരമായിട്ടുള്ള യാത്രയാണ്. വീട് മാത്രമേ ഉള്ളൂ കേട്ടോ മുകളിൽ. നമ്മളങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകും. അടിപൊളി ഒരു ഏരിയയാണ്. നടന്നെത്താനുള്ള പണിയാണ്ടാ. ഇതിന് പേരാണ്ടത് ലവ്ലി വ്യൂ പോയിൻ്റ് ക്യാമ്പിംഗ് പ്ലേസ്. വരണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് നോക്കി, കുഴപ്പമൊന്നുമില്ല, സർവിങ് ആണ്. ഫുഡ് ഐറ്റംസിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും ഹൈറ്റിൽ സാധനം എത്തണ്ടേ. അപ്പോൾ ഫുഡിന് റേറ്റ് കൂടും. റൂമിന് 500 രൂപ ഉള്ളൂ. 3 ആൾ വന്നാൽ 2 ആൾ വന്നാൽ 1 ആൾ വന്നാൽ റൂമിന് റേറ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഈ താഴത്ത് നല്ല അടിപൊളി വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. തിരിച്ച് വരുന്ന ടൈമിൽ എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബോഡി പെയിനും തലവേദന ഒക്കെ ആയിരുന്നു. പക്ഷേ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ആ കുലുങ്ങിയിട്ട് റെഡിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ പോകുമ്പോൾ എല്ലാം കാണിച്ചു തരാം കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവർ ലഗേജ് കയറി ചെയ്യാൻ കൊണ്ടുവന്ന ഒരാളാണിത്. ഇത് അവിടെ വേറെ ഉണ്ട്. ഇത് സാധനം കൊണ്ടുവന്ന് ഇരിക്കുന്ന തോന്നണടാ, അറിയില്ല. ഇത് കുതിരല്ല, കോവർക്കത് തോന്നുന്നു കണ്ടിട്ട്. നോട്ടത്ര ശരിയൊന്നുമില്ല അവൻ്റെ. കുഴപ്പമൊന്നുമില്ല, പാവാണ്. മേലേക്ക് പോയി. ഒരാളതാ പാതി വഴിയിൽ നിന്നിക്കണ്. ഇത് മുകൾക്ക് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ പുറത്താണ് സാധനം കയറ്റി വിടുക. ഉണ്ടാ ഒരാളവിടെ നിൽക്കണ്ടാ, സൗണ്ട് പോയിക്കുണ്ടാവും. ചില ടൈമിൽ ഇതിൻ്റെ സൗണ്ട് കട്ടങ്ങനെ നിൽക്കും. ദേവി വെച്ച് ക്ഷമിക്കുക. ഒരാൾ ഇവിടെതാ ലഗേജ് കയറിയാണടാ. സാധനം ടെൻറ്റ് സാധനമൊക്കെ പാടാവും. എല്ലാം കൂടി കൊണ്ടുപോകാൻ ഇവിടുന്ന്. തണുത്ത ഒരു ക്ലൈമാറ്റ്. 9 ഡിഗ്രിയിൽ തണുത്ത്. ഇപ്പോൾ 9 അല്ല, ഇപ്പോൾ 14 ആയിട്ടുണ്ടാവും കേട്ടോ. രാവിലെ ഇരുന്ന് 9, 4 രാത്രിയൊക്കെ. ഇപ്പം എന്തായാലും ക്ലൈമറ്റിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാവും. എല്ലാം നമുക്ക് നടക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ് ഒരു സ്ഥലത്തൊക്കെ ഉള്ളത്. അപ്പോൾ തന്നെ വീടിന് ഉണ്ടാ. ഇതൊക്കെ റിമോട്ട് ആയിട്ടുള്ള വില്ലേജസ് ആണ്. മുകൾക്ക് ഞാൻ പറഞ്ഞ പോലെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ വിറകുകളാണ് ഇവർ യൂസ് ചെയ്യൽ. ഞാൻ നേരത്തെ കാണിച്ചിരുന്നൊരു വീഡിയോ. ഇങ്ങനത്തെ വിറക് പീസുകളൊരു വലിയ വിറക് കൊണ്ടുപോകണം മുകൾക്ക് ക്യാരി ചെയ്തിട്ട് ഷോൾഡറല്ല ബാക്കിൽ. ഇവർ ക്യാമ്പ് ഫയർ അതുപോലെ കിച്ചൺ ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ വിറകുകളാണ്. ഇത് നടന്നാലും തീരുവിലട്ടാ. അത്രയും നല്ലൊരു ഏരിയയാണ്. മുകളിലതാ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേൾക്കണേണ്ട. മലനിരകളെ കളറൊക്കെ മാറിയണ്ട. അവിടുന്ന് തിരിച്ച് രാവിലെയൊക്കെ നല്ല കാഴ്ചകൾ കണ്ടിരുന്നു. അവിടുന്ന് ഇപ്പോൾ പോയി. കൃഷിസ്ഥലം അവിടെ ചെറിയൊരു ഏരിയ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റാക്കി വെച്ചിരുന്നു അവർ. ബീൻസാണ്. കടുക വന്നൊരു മഞ്ഞ. എനിക്ക് വലിയതായിട്ടൊന്നുമില്ല. ഈ പറഞ്ഞിട്ട് തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ പൊങ്ങലിടാൻ വരണ്ട. ഞാൻ എൻ്റെ അറിവ് വെച്ച് പറഞ്ഞേനെ. ഇതാ ഇങ്ങനെയാണ് പോക്കിഞ്ഞ്. മേലത്തണം താഴത്ത് കുത്തനെ ഇറങ്ങണം. എന്നിട്ട് അതുപോലെ ഇങ്ങനെ കല്ലിൽ സൈഡ് വെച്ച വീടുകളുണ്ട് കേട്ടോ. കുറേ തണുപ്പ് ഉള്ളിൽ കുറവും. ഇങ്ങനത്തെ വീടിൻ്റെ പ്രത്യേകത. ഇതിൽ തണുപ്പ് കൂടുതലാവും. അതുപോലെ വുഡിൽ ഉണ്ടാക്കിയ ഇതുണ്ടോ, വുഡും അധികം തണുപ്പ് ഉള്ളിലേക്ക് അബ്സോർവ് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഇതും. പുറം ഭാഗത്ത് മാത്രമേ തണുപ്പുണ്ടാവുള്ളൂ. നടന്ന് ഏകദേശം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താനായിക്കണ്. എത്താനൊക്കെ പറഞ്ഞാൽ തൊട്ടടുത്തൊന്നുമല്ല. ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ നടക്കാണ്ടാവും. കണ്ടില്ലതാ ആശാന് വെയിറ്റ് ആയിട്ട് വരുന്ന ആളതാ സാധനം കൊണ്ടുപോണേ. തള്ളി മാറ്റാൻ നോക്കി. ഇത് കുതിരല്ലല്ലോ. എന്തായാലും താഴോട്ട് പോകാം. പിന്നെ തൊപ്പി ഇന്നലെ ഇവിടുന്ന് പോയി, മിസ്സായി. എന്തായാലും താഴത്തേക്ക് പോയിട്ട് ഇതേപോലെ അങ്ങനെ ഇറങ്ങി അവിടെ എത്തണം ലാസ്റ്റ്. ഇന്നലെ ഇതേപോലെ നമ്മൾ പാതി വഴിയിൽ കുറേ സ്ഥലത്ത് നിന്നിങ്ങനെ യാത്ര. നമ്മൾ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി മുകളിൽ, 1970 അടി മുകളിലാട്ടോ. പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന ലെവലാണ് പറഞ്ഞത്. ഇതിന് മുകളിൽ അന്നപൂർണ്ണ ട്രക്ക് ഉണ്ട്. അന്നപൂർണ്ണ ട്രക്കിന് ഏകദേശം 5 to 8 days ആണ് ടൈം എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ മണി 15,000 ചെയ്യുന്ന ടീംസ് ഉണ്ട്, 20,000 ചെയ്യുന്ന ടീംസ് ഉണ്ട്. എന്തായാലും ഹെൽത്ത് ഇഷ്യൂ, പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു 2 ദിവസമായിട്ട്. അതാണ് വീഡിയോസ് ഒന്നും പ്രോപ്പർലി ഉണ്ടാവാഞ്ഞത്. അപ്പോൾ അങ്ങനെ പോകാണ്ടുള്ളത് അങ്ങനെ പോകാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ് സീസൺ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ല തണുപ്പാണ്. അന്നപൂർണ്ണയിൽ -30-20 തണുപ്പുണ്ട്. അങ്ങനെ നിന്ന വീട്ടിൽ ഇന്നലെ ഏകദേശം
4 ഡിഗ്രി ആയിരുന്നു നൈറ്റിലെ ടെമ്പറേച്ചർ. പിന്നെ സംഭവം എന്ന് വെച്ചാൽ നിന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല റൂം 2,500 ഫുഡിനാണ് റേറ്റ് കൂടുതലുണ്ടാവുക. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും ലോങ് എത്തിരിക്കണ്ടേ. അപ്പോൾ അതുള്ളത് നമ്മൾ നിന്ന സംഭവം എന്ന് വെച്ചാൽ അവിടെ നടന്ന് പോകാം. ട്രക്കിങ്ങിനൊക്കെ സ്റ്റെപ്പ് ഇറങ്ങട്ടത് ഇങ്ങനെ താഴത്തേക്ക് നോക്കുന്നത് വ്യൂ. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് രാവിലെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് അന്നപൂർണ്ണ മൗണ്ടൻസ് കണ്ട് വരാം. മീൻസ് ബേസ് ക്യാമ്പ് നമുക്ക് കിട്ടും തോന്നുന്നില്ല. 8 മണിക്കൂർ ട്രാവൽ ചെയ്താലേ ആ ഒരു മൊമെൻറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ. രാവിലെ ഒരു 5 മണി 6 മണി ടൈമിൽ യാത്ര തുടങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് പോയി വരാൻ പറ്റുള്ളൂ. എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഒരു 12 ആകുമ്പോഴത്തെ തിരിച്ചിങ്ങോട്ട് നടക്കേണ്ടി വരും. കണ്ടിന്യൂസ് ട്രാവലിംഗ് ആവും, അല്ലെങ്കിൽ മുകളിൽ സ്റ്റേ എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മളോട് താഴത്തുനിന്ന് പറഞ്ഞു കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ റിസ്ക്കാണ്, പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. അങ്ങനത്തെ ഈ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറേ ഏരിയ ഉണ്ട് അതിന് മുകളിൽ. അപ്പോൾ അതുകൊണ്ട് സേഫായി വരിക എന്നുള്ളത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നെങ്കിൽ മുകളിൽ സ്റ്റേ എടുക്കുക, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരിക. അതാ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും പിന്നീട് ഒരു ദിവസം വരണം ട്രാവലിങ്ങിന് ഈ ഭാഗത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, വൈഡായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ സംഭവം വെച്ചാൽ ഈ ഇന്നലെ ഓൾറെഡി 5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് പിന്നെ 2.5 മണിക്കൂർ നമ്മൾ ട്രക്ക് ചെയ്തിട്ട് മേലെ എത്തിക്കണേ. വയ്യാരെ തോന്നുന്ന സ്ഥലത്ത് മാറിപ്പോയൊക്കെ ചെയ്തേ. അപ്പോൾ അതുകൊണ്ട് ഇനി വരുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇനി വരുമ്പോൾ മുകളിലൊക്കെ സെറ്റായി നിൽക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിൽ വരണം. ഈ അന്നപൂർണ്ണ ട്രക്ക് എന്ന് പറഞ്ഞാൽ ABC ട്രക്കിന് വരുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നമുക്ക് നിർബന്ധമായിട്ടുള്ളുണ്ട്. മുന്നൊരാൾ മരിച്ച് അതിനെ സംബന്ധിച്ചിട്ടാണ്, മുസ്താങ് എന്നുള്ള മരിച്ച മലയാളി അതിനെ സംബന്ധിച്ചിട്ടാണെന്ന് പറഞ്ഞിരുന്നത്. ഡീറ്റെയിൽസ് കറക്റ്റ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. ഒരാൾ പറഞ്ഞതന്നെ 1000 രൂപയുടെ പെർമിഷൻക്ക്. നമ്മൾ ഇന്നലെ വന്ന സ്ഥലത്തേക്ക് പെർമിഷൻ്റെ ആവശ്യമില്ല. പെർമിഷൻ വേണമെന്നൊക്കെ ഒരു പറയും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ബസ്സുകാരോട് പറഞ്ഞാൽ മതി. ഇതിന് പറഞ്ഞു പാസ്സില്ല എന്ന് പറഞ്ഞാൽ വിഷയമൊന്നും കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് ഹൈക്കിങ്ങിന് പോകുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ചോദിക്കുന്ന പറഞ്ഞത് ഉണ്ടായിരുന്നെന്നുള്ളത്. ചിലരോട് ചോദിക്കണമെന്നില്ല. മുസ്താങ്ങിലൊക്കെ പോകണമെങ്കിൽ എന്തെങ്കിലും മസ്റ്റായിട്ട് ചോദിക്കും. ഇവിടെ വലിയ സീനൊന്നുമില്ല. നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഫോറിനേഴ്സ് ഈ ട്രക്കിങ്ങിന് വരുന്നുണ്ട് കേട്ടോ. ABC വരുന്ന ഒരു നീണ്ട നിര അവരുടെ. അതുപോലെ ഈ കൃഷി കാര്യങ്ങൾ, ബീൻസ് സൈഡിൽ എല്ലാവരും ഹൈക്കിങ്ങിനായിട്ട് പോവാണ്. നടന്ന് കുഴങ്ങി. ഇത് ഇവിടെയുള്ള എന്തോ ഷോപ്പാണ് തോന്നുന്നത് വരെ, പക്ഷെ ഇപ്പോൾ വർക്കിംഗ് ഒന്നുമില്ല, ക്ലോസ് ചെയ്ത് കണ്ടാ. ഇവിടുത്തെ എന്തെങ്കിലും ചെറിയ വെട്ടിപ്പിടിയാവും. ഈ മുന്നേ പോയ യാത്രക്കാരതാവും. അല്ല, ഇത് ഇവരുള്ള കുടിവെള്ളമൊക്കെ മുകളിലേക്ക് എത്തിക്കാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ മുകളിൽ ഫുഡ് കാര്യങ്ങളൊക്കെ റേറ്റ് കണ്ടാ. കുടിവെള്ളം അതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം മുകൾക്ക്. താഴത്തേക്ക് പോകണം ഇഞ്ഞൂട്ടാ, കുറച്ചും കൂടി പോവാണ്ട്. നമ്മൾ വന്ന ടീംസ് ഫോട്ടോ എടുക്കലൊക്കെയാണ്. ആ സൈഡത്തൊരു വ്യൂ എന്താ അല്ലേ, അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെയാണ്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ഗാൻഡ്രൂക്ക് TMC മീൻസ് എന്താണെന്ന് അറിയില്ല. അതേപോലെ കുറേ ആൾക്കാർ ഇവിടെ യാത്ര ചെയ്ത് വന്ന് ഫോട്ടോ സ്പോട്ട് കാര്യങ്ങളൊക്കെ തപ്പിരിക്കുന്നുണ്ട് ഇവിടെ. ഈ താഴത്തേക്ക് പോകണ്ട നമുക്ക് എന്തായാലും. പോയി ഹൈ ചെറിയൊരു വീട്. തകരത്തിൻ്റെ ഇതിലൊക്കെ ഇവരെങ്ങനെ ഓവർകം ചെയ്യണ ഈ തണുപ്പത്ത്. തകരാണിത് ഫുള്ള്. എന്താ ചെറിയൊരു വീട്, എന്താ അടിപൊളി സ്ഥലം. ഒരുപാട് ടീംസ് ഈ ടൈമിലാണ് വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലേറ്റായി, ഉച്ചക്ക് എത്തി. അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു കയറി പോകുമ്പോട്ടാ. ക്ലൈമറ്റ് ചൂടല്ലാന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം ചൂടായിരുന്നു, പനി വന്നിട്ട്. ഇതേപോലെ ഇവരൊക്കെ ഹൈക്ക് ചെയ്ത് പോവാണ്. നമ്മളിപ്പോൾ പോയിട്ട് തന്നെ എത്ര 4-5 ടീംസിനെ കണ്ട്. അപ്പോൾ മോർണിംഗിൽ തന്നെ അവിടെ എത്തണം ശരിക്കും പറഞ്ഞാൽ. രാവിലെ 8 മണി 7 മണിക്ക് ശരിക്കും സ്റ്റാർട്ട് ബസ്സിങ് ഉണ്ട്. അതിന് പൂരം കറക്റ്റ് എത്തും. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല ഇവിടേക്ക് എത്താൻ. ഉണ്ടാ താഴത്ത് ഇതേപോലെ ഫോട്ടോ എടുക്കലാണ്, മാരക ഫോട്ടോഗ്രാഫിയാണ്. ഇതാണ് ആ ഓഫ് റോഡ് ബസ്. കറങ്ങി തിരിഞ്ഞ് പോകും. റോഡൊക്കെ അടിപൊളി റോഡാണ് ഉണ്ടല്ലേ. ഇതാണ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ നാട്ടിലത്തെ പഞ്ചായത്ത് റോഡ് പോലെ. കുറേ സൈഡിൽ ഇതേപോലെ ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ 2 പാർക്ക് ചെയ്യാം, ഇതിനപ്പുറം ഒന്നുമില്ല. ഇനി അടുത്ത കയറുള്ള ബസ് താഴത്തെ വെയിറ്റിങ് നിൽക്കുന്നുണ്ട്. ഈ ബസ് ഫുള്ളായാൽ ഇത് പോവും. അപ്പോൾ അതാണ് ഇന്നത്തെ കാഴ്ചകളായിട്ടുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലം വിട പറയാം. സംഭവം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് കുറേ ഭാഗം മിസ്സായി. എനിക്ക് ബോഡി അത്ര ഓക്കെ അല്ലായിരുന്നില്ല. അതുകൊണ്ട് അപ്പോൾ എന്തായാലും